ഹലോ, വെൽക്കം ബാക്ക്. സുഹൈൽ പട്ടാമ്പിയാണ്. ഞാനിപ്പോൾ ഉള്ളത് നിലമ്പൂരിലാണ്. നിലമ്പൂരിലെ ഇലക്ഷൻ വിശേഷങ്ങൾ നിലമ്പൂരുകാരുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇന്നൊരു പെരുന്നാളിൻ്റെ ദിവസമാണ്. അപ്പം ഇങ്ങനെ ഒരു ഉൾപ്രദേശത്തൂടെ പോന്ന് ഒരു സ്ഥലത്തെത്തി. ആ സ്ഥലത്തിൻ്റെ പേര് എനിക്കറിയില്ല. ഏനാന്തി. ഇതേതാ പഞ്ചായത്ത്? ആ, ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ബോർഡുകളൊക്കെ കാണാനുണ്ട്, പല ആളുകളും കാണാനുണ്ട്. പിന്നെ എന്താണ് ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ? ഇത് വെച്ചിട്ട് പറഞ്ഞോളെ. അത് കുഴപ്പമില്ല. എന്നാലും പിന്നെ നിങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം എന്താണ്? എല്ലാവരും ചൂട് പിടിച്ചോ? ചൂട് പിടിച്ചു. അതായത് അപ്പൊ ഇപ്പൊ ത്രികോണാണോ അത് ചതുർക്കോണം? 4 ടീമുണ്ടോ 3 ടീമുണ്ടോ? മൂന്ന് ടീമാണ് മത്സരിക്കുന്നത്. അതില് പിന്നെ ഇവരുടെ സ്വരാജ്, അതുപോലെ തന്നെ ഹരിയാടൻ ഷൗക്കത്ത്, അൻവർ, ഇങ്ങനെ 3 ടീമും സജീവമായിട്ട് തന്നെയാണ്. ഇപ്പൊ ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് ആരാ? മുനിസിപ്പാലിറ്റിയാണ്. ഇത് നേരെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയില്. എങ്ങനെയുണ്ട്? എന്നാലും ആരാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്? ആദ്യം കോൺഗ്രസിന്റെ ടീമൊക്കെ ആയിട്ട് ആദ്യം ഷൗക്കത്ത് എല്ലാവർക്കും ആവേശമായിരുന്നല്ലോ. സ്വരാജ് വന്നപ്പോ അത് കളം മാറി. സ്വരാജ് വന്നപ്പോ എല്ലാരും, അതായത് സ്വരാജ് വന്നപ്പോ സ്വാഭാവികമായിട്ടും പിന്നെ യു ഡി എഫ് ഒന്ന് സ്ട്രോങ് ആയി. നല്ല അവര് തണുത്തു, അവര് പേടിച്ച സംഭവത്തില് അതുണ്ടായത്. അതില് ഇപ്പൊ ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാർ ഇപ്പൊ നമ്മളെപ്പോ സുഹൃത്തിന് രാവിലെ വന്ന മിലിറ്ററി ഞാൻ കേട്ടതാണ്. സ്വരാജ് ആരാന്നാണ് അറിയില്ല. സ്വരാജ് ആര്യ ഷൗക്കത്തിന് ചിലപ്പോ നിലമ്പൂർ മുനിസിപ്പാലിറ്റി കുറച്ച് ആൾക്കാരെ അറിയുണ്ടാവുള്ളൂ. മകന്റെ പേരിൽ അറിയപ്പെടുന്നുണ്ടാവും. പക്ഷെ ആ എം സ്വരാജിനെ അറിയില്ലെന്ന് പറഞ്ഞ ആളൊക്കെ ഞങ്ങൾ ഈ നാടിന് ഓടിക്കണം. ശരി, അത് വേറെ കാര്യം. എം സ്വരാജിന് സ്വീകാര്യത വന്നോ? അതായത് പിന്നെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് യുവാക്കളിലൊക്കെ വന്നു. ശരിക്കും എം സ്വരാജ് നാട്ടുകാരനാണല്ലോ അല്ലേ? അപ്പൊ അങ്ങനെയാണെന്നല്ലേ നിങ്ങൾക്കൊക്കെ? തൊട്ട് റെയിൽവേ, നമ്മുടെ നിലമ്പൂർ റെയിൽവേ തൊട്ടാടെ വീടും വെച്ചിട്ടുണ്ട് ആള്. നിങ്ങൾക്ക് മുമ്പേ പരിചയമുണ്ട്? അതിൽ ഇപ്പൊ പ്രഖ്യാപിച്ചതിന്റെ ശേഷമല്ല, നിങ്ങൾ ഏറ്റെടുത്തെന്നാണ് പറയണത്. അതല്ലേ? ഇവിടെ ഇതിന്റെ കൂടെ തന്നെ സൈഡിലൊക്കെ കുറെ ആളുകൾ നിൽക്കുന്നുണ്ട്. അവരുടെ അടുത്ത് ചെല്ലട്ടെ. ഓക്കെ. എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം ഇപ്പോഴത്തെ ഇലക്ഷൻ? LDF. അപ്പൊ അതിന്റെ ഇടയിൽ അൻവർ ഫാക്ടർ അൻവറിനെ ഞങ്ങൾ 2 വർഷം ജയിപ്പിച്ചു. നമുക്കൊന്നുമില്ല. അതെ. പിന്നെ അതായത് നിങ്ങളെ പിന്നെ പെട്ടെന്ന് രാജിവെച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് അത് കാരണം ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണ് വരും. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടല്ലേ ഇലക്ഷൻ? അതെ. നമുക്കെന്ന് പറഞ്ഞാൽ അപ്പൊ ഗവൺമെന്റിന് നഷ്ടമാണ്, കോടികൾ നഷ്ടമല്ലേ? അതെ. അപ്പൊ അത് പിന്നെ ആ ഒരു അർത്ഥത്തിൽ തന്നെയാണോ എല്ലാവരും എടുക്കുന്നത്? അതെ. പിന്നെ അൻവറിനെ പിന്നെ അങ്ങനെ തന്നെ കാണുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ മത്സരം പിന്നെ ആരപ്പോ ടോപ്പിൽ നിൽക്കണത് പറയാൻ പറ്റുമോ? എം സ്വരാജാണ് ടോപ്പിൽ നിൽക്കുന്നത് ഇവിടുത്തെ ആളുകളുടെയൊക്കെ. നിങ്ങളൊക്കെ പിന്നെ ഈ സ്വരാജുമായിട്ട് മുൻപ് പിന്നെ അറിയാം, സ്വരാജിന് മുമ്പ് അറിയാം. അദ്ദേഹം ഇവിടെ പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച് അങ്ങനെയാണ്. അപ്പൊ ഏതായിരുന്നാലും പിന്നെ ഇലക്ഷന് വളരെ സജീവമായിട്ട് തന്നെയാണ്. പക്ഷെ ഈ 10 മാസമല്ലേ ഉള്ളൂ ഇനിയുള്ളത്? അതെ, 10 മാസമേ ഉള്ളൂ. അപ്പൊ അത് 6 മാസം കൊണ്ട് രാജിവെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒന്നും കൂടെ ഗ്യാപ്പ് വെച്ചാൽ മതി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ അടുത്തൊരു ഇലക്ഷന്റെ ഒരു സെമി ഫൈനലാണ് ഇപ്പൊ. നമ്മള് LDF 3ാമത് അധികാരത്തിൽ വരും. അതെ, ആ ഒരു ഉറപ്പിലാണ് നിങ്ങളുള്ളത്. എങ്ങനെ? അതെ. അത് പിന്നെ ജനങ്ങൾ അത്തരം വിഷയങ്ങളിലൊക്കെ വളരെ ആക്റ്റീവാണ്. ഇവിടെ പിന്നെ ഞങ്ങൾ അവിടുന്ന് കേട്ടിട്ടുണ്ട് ഈ നിലമ്പൂർ ഭാഗത്ത് കൂടുതൽ ഈ കർഷകരും ഒക്കെ ആണെന്നല്ലേ? അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ അവർക്കൊക്കെ പിന്നെ ഉപകാരപ്പെടും ആ ഒരു പാർട്ടി വന്നാല് എന്നാണ്. ഇത് ഇവിടെ ഒരു പിന്നെ കൂടുതൽ സ്വരാജിന്റെയാണ് കാണുന്നത്. ഇവിടെ അതിന്റെ ആളുകൾ തന്നെയാണോ കൂടുതലായിട്ടുള്ളത്? നിങ്ങളൊക്കെ അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ്. സ്ഥാനാർത്ഥി വന്നോ ഈ നാട്ടില്? ഈ സ്ഥലത്ത് വന്നോ? എത്തിയിട്ടില്ല. വരും ദിവസങ്ങളിലൊക്കെ സജീവമായിട്ട് ഒരു കുടുംബയോഗങ്ങളും പരിപാടികളൊക്കെ ആയിട്ടാണ്. അപ്പൊ ഏതായിരുന്നാലും ഈ സ്ഥലത്ത് ഇവിടുത്തെ ആളുകൾ വളരെ സജീവമായിട്ട് എങ്ങനെയാണ്? രണ്ടാമത്തെ പ്രാവശ്യം മൂപ്പര് എവിടെ നിന്ന് അറിയാലോ? ഇലക്ഷൻ ലാസ്റ്റ് ടൈം, ഇലക്ഷൻ തലേന്നൊക്കെ ഇവിടെ വന്ന ഒരാഴ്ച മുന്നേ. അതുവരെ ഇവിടെ ഈ നാട്ടുകാരനാണ് പ്രവർത്തിച്ച്, ഈ LDF പ്രവർത്തിച്ചിട്ടാണ് മൂപ്പര് ജയിച്ചല്ലേ? അതെ. ആണോ അല്ലേ? അത് അതായത് പറഞ്ഞത് ഇവര് വിയർപ്പൊഴുക്കിയിട്ട് രണ്ടാമത്തെ പ്രാവശ്യം മൂപ്പര് വന്ന ഇലക്ഷന്റെ ഒരാഴ്ച മുന്നേ കണ്ട ഇവിടെ. അതുവരെ എന്താ അവിടെ
ഇവിടെ ഏതോ നാല് സ്വർണ്ണം ഓ അതെ അതെ, ആഫ്രിക്കയിലെ ഖനിയിലായിരുന്നു എന്നുള്ളത്. സർക്കാരിനെ ഏൽപ്പിച്ച് അതെ 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 അതേപോലെ ആ ദിവസം അന്ന് നിൽപ്പുണ്ട് ഏകദേശം പാട്ടിന്റെ ഒപ്പം ഉണ്ട്. മൂപ്പര് പാട്ടിന് മൂപ്പരപ്പം നിൽക്കും. അപ്പൊ ഈ നമുക്ക് യാതൊരു ഉത്തരവാദിത്വം ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് എന്താ വെച്ചാല് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇവര് പ്രവർത്തിച്ചത്. ഓരോ വ്യക്തിക്കായിട്ട് നമ്മൾ ആർക്കും അതെ അതെ അതെ, പാർട്ടി ഒരാളെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവരുടെ സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അവര്. ആര്യൻ ഷൗക്കത്ത് പോലെ ഭയങ്കര ആവശ്യം അവരെ, കാരണം അവരുടെ നാട്ടുകാരെ നമുക്ക് ആവശ്യം തന്നെ. അയാളൊക്കെ നല്ല നമുക്ക് അറിയപ്പെടുന്ന ആളെ നമുക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെന്ന് ആ സഹായം കിട്ടിയ ആൾക്കെ തന്നെ എല്ലാവരും ആൾക്കാരൊക്കെ പറയുന്നില്ല അന്നത്തെ കാലത്ത്. ഇപ്പൊ നമ്മളൊരു പാർട്ടിന്റെ ആള് ഇപ്പൊ നമ്മള് ഒന്നാമത് നമ്മളെ പാർട്ടി ചിഹ്നം എത്ര വർഷം ശേഷം ഇവിടെ കിട്ടുന്നത്, അതിലൊരു സന്തോഷമുണ്ട് അല്ലെ, ആ പാർട്ടി ചിഹ്നത്തില് സന്തോഷമാണ് ഒന്നാമത്. വീണ്ടും വേറും വാശിയോടും കൂടി ആൾക്കാർ, പിന്നെ ചെറുപ്പക്കാർ കൂടുതൽ, ഭയങ്കര യുവാക്കൾ കൂടുതലായത്. ഏതായിരുന്നാലും അപ്പൊ ഇവര് പറഞ്ഞതിന്റെ ഒരു ടോട്ടല് എന്താന്ന് വെച്ചാല് പിന്നെ പാർട്ടിക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ഒരാളെ MLA ആക്കി, അത് പിന്നെ അവരവർ മാറ്റിവെച്ചു. അങ്ങനെയാണെങ്കിൽ പുതിയ ഒരാളെ കാണുന്നു, അതും പാർട്ടിക്ക് വേണ്ടിയിട്ട് സജീവമായിട്ട് പ്രവർത്തിക്കാൻ പറ്റിയ ആളുകളാണ് പാർട്ടി ചിഹ്നത്തിൽ എന്നുള്ളത് കൊണ്ട് കുറച്ചുകൂടെ ആവേശമാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ വളരെ വലിയ ഭൂരിപക്ഷത്തോടു കൂടെ ഇവിടെ സ്വരാജ് ജയിക്കും എന്നുള്ളതാണ്. ഇനി മറ്റൊരു ഗ്രാമത്തിലെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്